നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വരുന്ന ശനിയാഴ്ച ഇംഗ്ലണ്ടിനെതിരെയാണ് ബ്രസീലിൻ്റെ അടുത്ത മത്സരം. ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് കളി. ബ്രസീലിയൻ ടീം ലണ്ടനിൽ പ്രാക്ടീസ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രാക്ടീസിന് എൻട്രിക്ക് വരുന്ന ഘട്ടത്തിൽ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആരാധകർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഈ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ നീട്ടുന്നു. ചെറിയ പയ്യനായിട്ടുള്ള എൻട്രിക്ക് അത് സൈൻ ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്ന മനോഹരമായ ദൃശ്യങ്ങൾ. ചുരുക്കത്തിൽ ബ്രസീലിയൻ ലീഗിലല്ലാതെ മറ്റെവിടെയും കളിച്ചിട്ടില്ലാത്ത എൻട്രിക്കിന് ഇംഗ്ലണ്ടിലും ആരാധകർ, ലോകത്തെവിടെയും അദ്ദേഹത്തിന് ആരാധകരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം എൻട്രിക്കിനെ ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ. അദ്ദേഹത്തെ ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും അദ്ദേഹം പാൽമെറാസിൽ കളി തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എൻട്രിക്കിനെ കുറിച്ച് ആൻഡ്രേസ് പെരീര ചില കാര്യങ്ങൾ പറയുന്നു. ആൻഡ്രേസ് പെരീര ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് കളിക്കുന്നത്. ഇടക്കാലത്ത് അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ കുറച്ച് ഫ്ലമിംഗോക്ക് വേണ്ടി കളിച്ചിരുന്നു. അപ്പം എൻട്രിക്കിനെ നന്നായിട്ട് അറിയാം. എൻട്രിക്കിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: എൻട്രിക്കിനെ ഞാൻ ഇന്നലെ ട്രെയിനിങ്ങിൽ വെച്ച് വീണ്ടും കണ്ടു. ഫ്ലമിംഗോയിൽ ഞാൻ കളിക്കുന്ന കാലഘട്ടത്തിൽ പാൽമെറാസിൻ്റെ താരമായ എൻട്രിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, ഒരുപാട് പൊട്ടൻഷ്യലുള്ള കളിക്കാരനാണ്. ഫുട്ബോൾ ലോകത്തെ ഒരു ഗ്രേറ്റ് പ്ലെയർ ആയിട്ട് അവൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഇപ്പോൾ ആൻഡ്രേസ് പെരീര പറയുന്നത്. തീർച്ചയായിട്ടും എൻട്രിക്കിൽ വലിയ പ്രതീക്ഷ ബ്രസീലിയൻ ഫുട്ബോളിനുണ്ട്. ഇനി ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിൽ റോഡ്രിഗോയും എൻട്രിക്കും വിനീഷ്യസ് ജൂനിയറും ഒരുമിച്ചിറങ്ങുമെന്ന തരത്തിലുള്ള സൂചനകൾ കൂടി വരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു വലിയ അവസരമായിരിക്കും എൻട്രിക്കിന് കൊടുക്കാൻ പോകുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.